എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് മാവ് കുഴച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കലക്കി ഒഴിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമ്മളൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിപ്പോണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. വലിയ സബോളയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. സബോളയുടെ ഒക്കെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി വരണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സബോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ ക്യാപ്സിക്കം സബോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറിപ്പോകുന്നവരെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 2-3 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ടല്ല, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ദോശമാവിനൊക്കെ കലക്കുന്നതിലും കുറച്ച് കട്ടി കുറഞ്ഞിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. നീർദോശയ്ക്ക് കലക്കുന്ന അത്രയും ലൂസായി പോകരുത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കാം. കണ്ട ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. പാൻ നന്നായിട്ട് ചൂടാവരുത്. ഒരു മീഡിയത്തിലുള്ള ചൂടേ പാടുള്ളൂ. നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ വശം ആയി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ എഗ്ഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളൊരു തവണ ഇത് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്